ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഇത് ക്രിസ്മസ് ട്രീ ഒക്കെ മേടിക്കാനായിട്ട് ബാംഗ്ലൂർ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലാണ്. ഞങ്ങൾ ഫുൾ സെറ്റ് ഉണ്ട്, ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളായിട്ടും കൂടി ഷെയർ ചെയ്യാമെന്ന്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് കിട്ടുവാണെങ്കിൽ ഇവിടെ വന്ന് ക്രിസ്മസ് ട്രീ ഒക്കെ നോക്കാമല്ലോ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പറ്റുന്നത്രയും വേഗം ഞാൻ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. സോ യാ, നമിത ഹായ്. കെവിൻ ഉറങ്ങി. കെവിൻ ഹായ് പറ കെവിൻ. നമ്മൾ ആദ്യം എക്സ്പ്ലോർ ചെയ്തത് റാവിസ് ക്രിസ്മസ് സ്റ്റോറാണ് കേട്ടോ. ഇത് സോച്ചിൻ്റെ സെക്കൻഡ് ഫ്ലോറിലായിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലിട്ടാൽ കിട്ടും. ഇവിടെ ഒത്തിരി വെറൈറ്റി ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ട്രീ ഉണ്ട്, വലുതും ചെറുതുമായ പല ടൈപ്പ് ട്രീ ഉണ്ട്, പല കളറുണ്ട്. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണെങ്കിലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെ ഫസ്റ്റ് കയറിയതായ കൊണ്ട് എല്ലാം ഇങ്ങനെ നോക്കി വെക്കുന്നുള്ളൂ. ഈ ഒരു പീസ് ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെയും കണ്ണ് ഇത് തന്നെയായിരുന്നു. ബട്ട് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമ്മൾ തൊട്ടില്ല. പിന്നെ എല്ലാം ഒന്ന് നോക്കി, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ, നല്ല തിരക്കുമുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. ഇതിപ്പോൾ നമ്മൾ അടുത്ത സ്റ്റോറിൽ വന്നു. അവിടെയും കുറേ ഉണ്ട്. ഇത് 10 feet ആണ്. എന്തൊരു വലുതാ നോക്ക്. എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നൈസാണ്. ഇത് വേറൊരു ഷോപ്പാണ്. ഇതിൻ്റെ പേര് ഞാൻ പറയാം, ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്യാതെ. ഇവിടെ ഇതേ കുറേ ഉണ്ട് കളക്ഷൻ, ഇഷ്ടംപോലെ ഉണ്ട്. നിങ്ങൾക്ക് കൊമേഴ്ഷ്യൽ വന്ന് ഇഷ്ടം പോലെ കിട്ടും. ഇവിടെ നല്ല വെറൈറ്റി കുറച്ച് ക്രിസ്മസ് പുപ്പന്മാരൊക്കെ കണ്ടപ്പോൾ ഒന്ന് വന്നതാണ്. പിന്നെ കുറേ റീത്തും ഒക്കെ അവൈലബിൾ ആണ്. പുറകിലിരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇതൊരു ഓപ്ഷനായിട്ട് വെച്ചിട്ടുണ്ട്. റേറ്റ് വന്നിട്ട് 19,000 ആണ്. സോറി ഗൈസ്, ഞാൻ ആ ഷോപ്പിന്റെ പേരെടുക്കാൻ വിട്ടുപോയി. പക്ഷെ നിങ്ങൾക്ക് എന്തായാലും കൊമേഴ്ഷ്യലിൽ നടക്കുമ്പോൾ ഇത് കാണാൻ പറ്റുന്ന. ഇപ്പൊ നമ്മളിത് അടുത്തത് ക്രിസ്മസ് സ്റ്റോർ എന്ന് പറഞ്ഞ ഇവിടെ തന്നെയാണ്, കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ തന്നെ, അതിന്റെ ഇപ്പുറത്തുനിന്ന് വരുമ്പോൾ. സോ ഇവിടെ ഉണ്ട് അത്യാവശ്യം ക്രിസ്മസ് ട്രീ. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ സ്റ്റോറും കൂടി ഉണ്ട് അവർക്ക്. അപ്പം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ളതും അങ്ങനെ കുറച്ച് സാധനങ്ങളും കൂടി കിട്ടും കേട്ടോ. ലൈക്ക് ദിസ്. നെക്സ്റ്റ് സ്റ്റോപ്പ് ഈ എവർഗ്രീൻ ക്രിസ്മസ് സ്റ്റോർ ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴും ഭയങ്കര ഡെക്കറേറ്റ് ചെയ്താൽ വെച്ചേക്കുന്നത്. വലിയ ട്രീസും കൂടുതലും കാണുന്നത്. പിന്നത്തെ ഭയങ്കര കുഞ്ഞതാ. പിന്നെ കുറേ ഷോ പീസസും ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഒത്തിരി ഐറ്റംസും ഉണ്ട് കേട്ടോ. ഈ ഒരു ട്രീ ആണെങ്കിൽ ഫുൾ ഒരുമാതിരി ക്യാൻഡി ഒക്കെ ഇട്ടിട്ടുള്ള ഡെക്കറേഷനായിരുന്നു. എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ അതേ നോർമൽ ട്രീക്കുള്ള ഡെക്കറേഷനും വീട്ടിലേക്കുള്ള ഡെക്കറേഷനും ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമിത മേടിക്കോ? ഭയങ്കര റേറ്റാണ്. ഞങ്ങൾ കുറച്ചുകൂടി നോക്കട്ടെ. ഈ ഒരു സാധനം നൈസായിട്ടുണ്ട്. പക്ഷെ ഇതിലും നല്ലത് ഞാൻ ആദ്യം കാണിച്ച കടയിലാണ് കേട്ടോ. വിശന്നപ്പോൾ ഞങ്ങൾ ഇതേ സാൻഡ്വിച്ച് കഴിക്കുകയാണ് ഗൈസ്. ഇവിടെയും കുറേ ട്രീ ഉണ്ട് ഗൈസ്. എല്ലായിടത്തും ട്രീ ഉണ്ട്. ഞങ്ങൾ എല്ലായിടത്തും കയറി വില ചോദിച്ചിട്ട് അവസാനം എവിടുന്ന് എടുക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പറയാം. സോ എല്ലാ സ്റ്റോറിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇവിടെ കുറച്ച് ക്രിപ്സ് ഉണ്ട്. അതിൽ എനിക്ക് ഈ ഒരെണ്ണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഈ വൈറ്റ് കളറിൽ ചെയ്തേക്കുന്നത്. ആൻഡ് ആസ് യൂഷ്വൽ ബാക്കി ഐറ്റംസും എല്ലാം ഉണ്ട് കേട്ടോ. ആൻഡ് സ്റ്റോറിൻ്റെ പേര് വന്നിട്ട് അഡ്വെൻറ്റ് ക്രിസ്മസ് സ്റ്റോർ എന്നാണ്. ഇതെല്ലാം വരുന്നത് സഫീന പ്ലാസയിലാണ്. ഈ എവർഗ്രീൻ മുതൽ ഞാൻ കാണിക്കുന്ന എല്ലാം ഇനി സഫീന പ്ലാസയിലാണ്. പിന്നെ അവിടെ നമ്മൾ നേരെ അടുത്ത് ഈ ഒരു സ്റ്റോർ കണ്ടപ്പോൾ കയറി റണ്ണേഴ്സും കുഷ്യൻ കവേഴ്സും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ക്രിസ്മസ് തീമിനും അല്ലാതെയും ഒക്കെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. എൻ്റെ പുറത്തുതന്നെ വേറെ എക്സിബിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ കയറിയപ്പോൾ നിങ്ങൾക്കൂടി ഷെയർ ചെയ്യാൻ വേണ്ടി എടുത്താണ്. അവിടെ നമ്മളൊന്നും മേടിച്ചൊന്നുമില്ല. ആൻഡ് ഇതേ നമ്മൾ അടുത്തത് വീണ്ടും സഫീന പ്ലാസയിൽ തന്നെയുള്ള അടുത്ത കട വന്നു. അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നല്ല രസം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനെത്ര? അമ്മേ, പിന്നെ അപ്പുറത്ത് വലുത് മേടിക്കാം. ഈ കടയിൽ എനിക്ക് തോന്നിയത് കുറച്ചുകൂടി വെറൈറ്റി, നമ്മളെ മറ്റ് കടകളിലൊന്നും കാണാത്ത കുറച്ച് വെറൈറ്റി പീസസ് ഉണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഈ സാൻഡൊക്കെ കണ്ടില്ലേ, ഞാൻ ഇതുവരെ ഇവിടെ അങ്ങനെ കണ്ടില്ല. നല്ല രസമുണ്ട്. നിങ്ങൾക്ക് വലിയ വീടൊക്കെ ആണെങ്കിൽ ട്രൈ ചെയ്യാം. നൈസാണെങ്കിൽ ഒരു രക്ഷയില്ല. എനിക്ക് ഈ കട ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പേരറിയില്ല. സഫീന പ്ലസിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഈ കട എങ്ങനെയുണ്ട്? സൂപ്പർ, ഭയങ്കര അടിപൊളിയാണ്. ഇവിടുത്തെ ഞങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. അതേപോലെ നല്ല റേറ്റും ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക.
അപ്പോൾ സ്റ്റോറിൻ്റെ പേര് വന്നിട്ട് JK's എക്സ്മസ് എന്നാണ് കേട്ടോ, നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ നേരെ ലഞ്ച് കഴിക്കാൻ പോയി സമയം 3 മണി എങ്ങാണ്ടായിരുന്നു. പുറത്താണെങ്കിൽ മഴയോട് മഴയും. നമ്മൾ ഷോപ്പിംഗ് തുടങ്ങിയപ്പോൾ മുതൽ പെയ്യുന്ന മഴയായിരുന്നു. അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ അവസാനം ഒരു സ്ഥലത്ത് എങ്ങനെയൊക്കെ എത്തിപ്പെട്ടു. അങ്ങനെ നമ്മളിത് ഫുഡ് കഴിക്കാൻ വന്നേക്കുന്നു ഗൈസ്. ഇവിടെ ഫുൾ ബഹളമാണ്, ഇവരാണെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളങ്ങനെ MG റോഡിൽ തന്നെയുള്ള എംപയറിലാട്ടോ കയറിയത്. നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് എന്തൊക്കെയോ സാധനങ്ങൾ ഓർഡർ ചെയ്തു. ഞാൻ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. ബിരിയാണിയും അൽഫാമും ഒക്കെ കഴിച്ചു. തിരിച്ചും കണ്ടില്ലേ, മഴയും ട്രാഫിക്കും എല്ലാം ആയിരുന്നു. അയ്യോ, അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ രാത്രി ഏകദേശം 6:30 ആയിട്ടുള്ളൂ. പക്ഷെ നല്ല തണുപ്പുണ്ടല്ലോ ബാംഗ്ലൂർ. ഞാൻ എൻ്റെ ജാക്കറ്റൊക്കെ എടുത്തിട്ടു. ആൻഡ് ഭയങ്കര കൺഫ്യൂസ് സിറ്റുവേഷൻ ആയി. വലിയ ട്രീ വാങ്ങാൻ വന്ന ഞാൻ അവസാനം ചെറുത് വാങ്ങിയാലോ എന്നൊക്കെ വിചാരിച്ച് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അറിയില്ല, എന്തായാലും ഞാൻ ഫൈനലൈസ് ചെയ്ത് തരണം, കാണിച്ചു തരാം. നിങ്ങൾക്ക് ഞാൻ കുറച്ച് കടയും ഓപ്ഷൻസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. സോ ബാംഗ്ലൂരിലുള്ളവരാണെങ്കിൽ വന്ന് ചെക്ക് ചെയ്തു. ഈ ഒരു കുഞ്ഞു ട്രീയാണ് എന്നെ കൺഫ്യൂഷൻ ആക്കുന്നത്. പക്ഷെ എൻ്റെ മനസ്സങ്ങ് അനുവദിക്കുന്നില്ല. ഫൈനലി ഈ ട്രീയിലേക്ക് വന്ന് ഫിക്സ് ആയിട്ടുണ്ട്. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ബട്ട് ലൈറ്റൊക്കെ ഇട്ട് വരുമ്പോൾ രസം ഉണ്ടാവും തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് വലിയ ട്രീ വേണമെന്നും ഉണ്ടായിരുന്നു. എന്തായാലും നോക്കാം, ഇതൊന്ന് സെറ്റ് ചെയ്തിടുന്നത് എന്ന് വരുന്നൊന്നും എനിക്കറിയില്ല. സോ ദിസ് ഇസ് ദ ട്രീ. അതെ, എൻ്റെ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് ക്രിസ്മസ് ട്രീ ഗൈസ്. അങ്ങനെ ഒരു ക്രിസ്മസ് ട്രീ മേടിച്ചു. കെവിൻ, എങ്ങനെയുണ്ട് ക്രിസ്മസ് ട്രീ? ആൻഡ് പിന്നെ നമ്മൾ നേരെ ഇതേ ഒരു എക്സിബിഷൻ ഉണ്ട് ഇവിടെ, അപ്പം അങ്ങോട്ട് വന്നേക്കുവാണ്. കൊമേഴ്ഷ്യലിൻ്റെ ഭാഗത്ത് തന്നെ ജയമഹല്ല പാലസ്. ഇത് ആക്ച്വലി ഈ 2 ദിവസമുള്ളൂ. അപ്പം ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴേക്കും നിങ്ങൾക്ക് പിന്നെ ഇത് കാണാൻ പറ്റും തോന്നുന്നില്ല. സോ ലെറ്റ്സ് എക്സ്പ്ലോർ. അങ്ങനെ ഇതേ നമ്മൾ എക്സിബിഷൻ്റെ അവിടെ എത്തി. ബട്ട് ആക്ച്വലി ഇവിടെ എല്ലാം ക്ലോസ് ആവുന്നുണ്ട്. മഴയൊക്കെ ആയിരുന്നു. 10 മണി വരെ ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാം ഓൾമോസ്റ്റ് ക്ലോസ് ആയി. കാരണം നല്ല മഴയുണ്ടായിരുന്നു ഇന്ന് രാവിലെ മുതൽ. അപ്പോൾ അവരെല്ലാം ഇത് അടച്ച് പൂട്ടാണ്. ഞങ്ങൾ തൽക്കാലം ഉള്ള സ്റ്റോളിൽ നിന്ന് വല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. മഴയാണ് ഗൈസ്, കണ്ടില്ലേ, മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൽക്കാലം ഉള്ളൊരു ഹുഡി വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഞങ്ങൾ നടക്കുകയാണ്. ചെളിയാണ് ഇവിടെ ഫുള്ള്, ചെളിക്കുണ്ടാണ്. ഞങ്ങൾ മഴയത്താണ് ഗൈസ്, അല്ലേ നമിത? പണി പാളി. തൽക്കാലം ചായ കുടിച്ച് പോവാം. ഇന്ന് ഫുഡ് അടിയാൻ മെയിൻ നടന്നത്. പക്ഷെ ഞങ്ങൾ ട്രീ മേടിച്ചു കേട്ടോ. നമിതയുടെ ട്രീ സൂപ്പറാ, നമുക്ക് എപ്പോഴെങ്കിലും പോയി വീഡിയോ എടുക്കാം. പിന്നെ ഇത് അവിടെ കാണുന്നതാണ് ജയമഹൽ പാലസ്. ജയമഹൽ എന്നാണോ? ജയമഹൽ പാലസ്. ജയമഹൽ പാലസ് അതാണ്. ആക്ച്വലി നല്ല സെറ്റപ്പ് ആണ്. പക്ഷെ എന്താ ചെയ്യാ, മഴ പെയ്ത്, അതുകൊണ്ട് ആൾക്കാരൊന്നും ഇല്ല. നമുക്ക് ഇരിക്കാനും പറ്റില്ല, നടക്കാനും പറ്റില്ല. പിന്നെ ഞാൻ ഇതാകെ ഈ 2 ദിവസം ഉള്ളു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് വന്ന് വന്ന് കാണാനും പറയാൻ പറ്റത്തില്ല. ഹലോ, അപ്പൊ ഇതേ ഞങ്ങള് അവസാനം ട്രിപ്പെന്നൊക്കെ അങ്ങനെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലെ നടത്തവും എല്ലാം കഴിഞ്ഞ് നല്ല മഴയുള്ള ദിവസമായിരുന്നു ഇന്ന് രാവിലെ മുതൽ മഴയാണ്. അങ്ങനെ നമ്മൾ ഇതേ അവസാനം ഫിൽറ്റർ കോഫിയിൽ വന്നൊരു ഇഡ്ഡലിയും കൂടിയും കഴിച്ച് അങ്ങ് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. കെവിനെ ബായ് പറയോ? കെവിനാണെങ്കിൽ ഉറക്കം. അയ്യോ, അങ്ങനെ പോവല്ലേ, ഞാൻ കഷ്ടപ്പെട്ട് സെറ്റ് ചെയ്ത ട്രെയിൻ കൂടി ഒന്ന് കണ്ടിട്ട് പോകും.